ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ മാത്തമാറ്റിക്സ് ക്ലാസ്. എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും സേഫാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്തു അല്ലേ. ആദ്യത്തെ 4 ചാപ്റ്ററുകളിൽ നമ്മൾ അതിലുള്ള എല്ലാ കൺസെപ്റ്റുകളും ഒട്ടുമിക്ക പ്രോബ്ലംസും ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 5th ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് ഓരോ പ്രാവശ്യം പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഈ 9th പഠിക്കുന്ന ഓരോ ചാപ്റ്ററിൻ്റെയും കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററുകൾ നമുക്ക് 10th പഠിക്കാനുണ്ട്. ഈ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട 2 ചാപ്റ്ററുകൾ നമുക്ക് 9th പഠിക്കാനുണ്ട്. മനസ്സിലോ? ഒന്ന് ഇപ്പോൾ ഈ പഠിക്കുന്ന 5th ചാപ്റ്ററാണ്. ഒന്ന് സെക്കൻഡ് വോള്യത്തിൽ സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. മനസ്സിലോ? ഇതേപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ഈ 2 ചാപ്റ്ററിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് 10th നിങ്ങൾക്ക് 2 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. ഏകദേശം 30 മാർക്കിൻ്റെ 80ൽ 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന 2 ചാപ്റ്റേഴ്സാണ് ഈ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ്. 10th ഞാൻ പറഞ്ഞ SLCക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് 9th ഈ 2 ചാപ്റ്റേഴ്സിലാണ്. മനസ്സിലായല്ലോ? സർക്കിൾസ്. അപ്പോൾ ഈ സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ 9th 2 ചാപ്റ്ററും 10th 2 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പലരും എന്ത് കഴിഞ്ഞാൽ ഇത് മൈൻഡ് ആക്കുമല്ലോ, ഇതിലെ കാര്യങ്ങൾ പോയിന്റ്സ് ഒന്നും വല്ലാതെ ശ്രദ്ധിക്കില്ല. അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. കുറേ പ്രൂവ് ചെയ്യാൻ, കുറേ വരയ്ക്കാനൊക്കെ ഉള്ള രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടിങ് നമുക്ക് ഈ തുടങ്ങാം. ഓക്കെ ആണല്ലോ? സർക്കിൾസ് അല്ലേ. എന്താണ് സർക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? വാട്ട് ഈസ് എ സർക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികളാണ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ അങ്ങനെ കാണിച്ചു കൊടുത്താൽ പറയാം. മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ എന്താണ് ഒരു സർക്കിൾ, വാട്ട് ഈസ് എ സർക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ഓക്കെ അല്ലേ? ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്ലെയിൻ ആണ് അല്ലേ. ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതലം. നമ്മുടെ നോട്ട് ബുക്ക് ഒരു പ്ലെയിൻ ആണ് അല്ലേ, ഡെസ്ക് ഒരു പ്ലെയിൻ ആണ്, ബ്ലാക്ക് ബോർഡ് ഒരു പ്ലെയിൻ ആണ്, ഒരു പ്രതലം, ഒരു സർഫസ്. ഒരു പ്ലെയിനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ആണ്, ഒരു 10 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ. 10 സെൻറ്റിമീറ്ററിൽ ഇവിടെ ഒരു പോയിന്റ്, ഇതൊരു പോയിന്റാണ്. ഇതേ പോയിന്റിൽ 10 സെൻറ്റിമീറ്ററിൽ വേറൊരു പോയിന്റ്, ഇതേ ഇതിൽ തന്നെ 10 സെൻറ്റിമീറ്റർ ഒരു വേറെ പോയിന്റ്. അങ്ങനെ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ പോയിന്റ്സ് എല്ലാം കൂടി ചേർന്നാൽ എന്ത് കിട്ടും? ആ പോയിന്റ്സ് എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രൂപത്തിൽ ഇതാ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ ആകൃതികൾ നോക്കണം, അങ്ങനെ കിട്ടും കേട്ടോ. ഇതൊക്കെ എന്താ? ഇവിടുന്ന് 10 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് 10 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് 10 സെൻറ്റിമീറ്റർ, എല്ലാ ഭാഗത്തേക്കും 10 സെൻറ്റിമീറ്ററുള്ള ആ 10 സെൻറ്റിമീറ്ററിലുള്ള എല്ലാ പോയിന്റ്സും കൂടി ചേർന്ന് ഒരു ഫിഗറാണ് കിട്ടേണ്ടോ. അങ്ങനെ ഈ ഫിഗർ ഇത് 10 സെൻറ്റിമീറ്ററിന് പകരം 10 സെൻറ്റിമീറ്റർ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ, ഒരു പ്രത്യേക ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെയും കൂടി സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഫ്രം എ സ്പെസിഫിക് പോയിന്റ് ഓൺ എ പ്ലെയിൻ. ഈ ഓൾ പോയിന്റ്സിന്റെ ഈ സെറ്റിനെ നമ്മൾ ശരിക്കും എന്താ പറയുക? സർക്കിൾ എന്ന് പറയാം. ഈ പോയിന്റ്സ് ഒക്കെ കൂടി ചേർന്ന് എന്താവും? അടുത്തടുത്ത് ഈ പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ ആ പോയിന്റ്സ് ഒക്കെ കൂടി ചേർന്ന് എന്താവും? ഇങ്ങനെ ഒരു ഈ രൂപത്തിലൊരു ഷേപ്പായിട്ട് മാറും. ഈ ഷേപ്പിനെയാണ് നമ്മൾ ഈ സാധനത്തിന് നമ്മൾ എന്താ പറയുക? സർക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? എ സർക്കിൾ ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ദാറ്റ് ആർ അറ്റ് എ സ്പെസിഫിക് ഡിസ്റ്റൻസ് ഫ്രം എ പർട്ടിക്കുലർ പോയിന്റ് ഓൺ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലുള്ള ഒരു പ്രത്യേക പോയിന്റിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെയും കൂടി ആ കളക്ഷൻ, അതിൻ്റെ ആ കൂട്ടം, ആ സെറ്റ്, അതിനാണ് എന്ത് പറയുക? സർക്കിൾ എന്ന് പറയുക. ഈ പോയിന്റ് നമ്മൾ എന്താ പറയുക? അതൊക്കെ നമുക്ക് അറിയണം. ഈ പോയിന്റ് നമ്മൾ എന്താ പറയുക? ഈ പ്രത്യേക പോയിന്റ്, ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുക. സെന്റർ ഓഫ് ദി സർക്കിൾ നമുക്ക് അറിയണമാണ് അല്ലേ. നമ്മൾ ഇവിടുന്ന് എടുത്തൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദ സർക്കിൾ. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ മാത്രമാണെന്ന് ഓർക്കുക. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ തുടങ്ങി ഇതൊന്നും സർക്കിളല്ല. മനസ്സിലല്ലോ? സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം? ഈ വര മാത്രമാണ് സർക്കിൾ. ഇതാണ് സർക്കിൾ നടത്താണ് ആ ലൈന്. അപ്പോൾ സെന്ററിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണോ? ഇങ്ങോട്ട് വേണമെങ്കിൽ വരയ്ക്കാണോ? ഈ സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക? ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയാ. റേഡിയസ്
ഇതൊക്കെ സർക്കിൾസ് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. വാട്ട് ഈസ് റേഡിയസ്? റേഡിയസ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദ സർക്കിൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റ്സ് കൂടി അടങ്ങിയ ഈ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ്, ഈ ലൈനാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് എന്ത് പറയുക? റേഡിയസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ, അറിയാവുന്നതാണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കോഡ് എന്ന് പറഞ്ഞ സാധനം. കോഡ് ആണോ? കോഡ്, CHORD, കോഡ് എന്ന് പറയുന്നത്. വായിക്കുക, ചോന്ന് വായിക്കരുത്, കോഡ് എന്നാണ് വായിക്കുക. കോഡ്. ഒരു സർക്കിളിലെ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളൊരു സർക്കിൾ വരച്ചു, ഇങ്ങനെ സർക്കിൾ വരച്ചു ഉണ്ടോ? സർക്കിൾ. ഈ സർക്കിളിലെ ഒരു പോയിന്റ് മാർക്ക്, ഇതൊരു പോയിന്റ്, സർക്കിളിൽ A എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഇവിടെ ഞാൻ വേറെ പോയിന്റ് മാർക്ക് ചെയ്തു, B എന്ന് പറഞ്ഞൊരു പോയിന്റ്. സർക്കിളിലെ 2 പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തല്ലോ. ഈ 2 പോയിന്റ്സിനെയും കൂടി ജോയിൻ ചെയ്ത് നമുക്ക് ഒരു ലൈൻ വരച്ചുകൂടാ? സ്കെയിൽ ഉപയോഗിച്ച് ലൈൻ വരയ്ക്കണോ? ആണോ? ഈ ലൈന് ഈ സർക്കിളിന്റെ ഒരു കോഡാണ്. സർക്കിളിന്റെ എന്താണ്? ഒരു കോഡ് ആണ്. കോഡ് എന്നുള്ളതിന് ഈ മലയാളത്തിൽ നിങ്ങൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയാം, ഞാൻ എന്നാ പറയാം. ഞാൻ ഒരു കോഡാണ്. മനസ്സിലായല്ലോ? അതേപോലെ ഇവിടെ നോക്കാം, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ സർക്കിളിലെ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യണ ഒരു ലൈൻ വരച്ചു. ഇത് C, ഇത് D ആണെങ്കിൽ CD എന്ന് പറഞ്ഞ ഈ ലൈൻ എന്താണ്? ഈ സർക്കിളിന്റെ ഒരു കോഡാണ്. സർക്കിളിലെ ഒരു കോഡാണ് കോഡ്. മനസ്സിലായല്ലോ? ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ 2 പോയിന്റും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരക്കണം. ആണോ? PQ എന്ന് പറയുന്ന ഈ സർക്കിളിൽ എന്താ? വേറൊരു കോഡാണ്. ഈ സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യണ ലൈൻ, അതിനാണ് എന്ത് പറയാ? ഒരു കോഡ് എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കാം. What is a code? Code is a line. Code is a line joining any 2 points on a circle. Code is a line joining any 2 points on a circle, or the line joining അല്ലെങ്കിൽ connects 2 points on a circle. ഈ സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റ്, ഇവിടെ നോക്കാം, ഇവിടെ അടുത്തടുത്തുള്ള 2 പോയിന്റ് എടുക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു കോഡാ കിട്ടണോ? ഈ പോയിന്റ് എടുത്താൽ ചെറിയൊരു കോഡ് കിട്ടിയണോ? ആണോ? അപ്പോൾ എത്ര ഒരു സർക്കിളിൽ ഇപ്പോൾ നമുക്ക് എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും? ഇതിൽ AB എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു കോഡാണ്, CD എന്ന് പറയുന്ന സർക്കിളിലെ വേറെ കോഡാണ്, PQ എന്ന് പറയുന്ന ഒരു സർക്കിളിലെ ഇതേ സർക്കിളിലെ കോഡാണ്. ആണോ? അങ്ങനെ എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും? ഇഷ്ടംപോലെ കോഡ്സ് വരയ്ക്കാൻ പറ്റും. മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ഇൻ എനി സർക്കിൾ. അല്ലേ? ഓരോ കോഡിനും ഓരോ ലെങ്ത് ആയിരിക്കും. ഇവിടെ നോക്കാം, ഈ കോഡ് ചെറിയ കോഡാണോ? ഈ കോഡ് വലിയ കോഡാണ്. ഇത് കേട്ടോ, എല്ലാ കോഡുകളും ഇങ്ങനെ വരയ്ക്കും. ഇതൊരു കോഡാണ്. ഇഷ്ടംപോലെ പല വലുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കോഡുകൾ ഇങ്ങനെ വരയ്ക്കാണോ? ഓരോ കോഡിനും ഇതായിരിക്കും, ഓരോരോ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരയ്ക്കണ ഈ ലൈനാണ് നമ്മൾ എന്ത് പറയാ? ഒരു കോഡ് എന്ന് പറയാ. മനസ്സിലായോ? എന്താണ് ഒരു കോഡ്? കോഡ് ഈസ് എ ലൈൻ ദാറ്റ് കണക്ട്സ് എനി 2 points on a circle, or code is a line joining any 2 points on a circle. 2 points തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ. ഓക്കെ ആണല്ലോ? മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ഇൻ എനി സർക്കിൾ. ഓരോ സർക്കിളിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഇഷ്ടം പോലെ അനേകം കോഡുകൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ സാധനത്തിനാണ് എന്ത് പറയാ? കോഡ് എന്ന് പറയാ. ഈ സർക്കിളിന്റെ സെന്റർ ഇവിടെ നോക്കുക. സർക്കിളിന്റെ സെന്റർ ഇതാണ് ഇരിക്കാം. ആണോ? അപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഒരു കോഡ്, ശരിക്കും ഇവിടെ വരയ്ക്കുന്ന ഒരു കോഡ് ഈ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യേണ്ടിയിരിക്കണോ? ആണോ? സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു കോഡ്. ഇതൊരു കോഡാണ്. ഇവിടെ ഒരു പോയിന്റ്. ആ കോഡ് വരച്ചപ്പോൾ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്തു. ഇവിടെ നോക്കൂ, അതേമാതിരി വേറെ കോഡ് വരച്ചപ്പോൾ ഇതേപോലെ അങ്ങനെ പാസ് ചെയ്തു. സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും. അപ്പോൾ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ആ കോഡായിരിക്കും ഒരു സർക്കിളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ്. ശരിയല്ലേ? ഈ സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു സർക്കിളിലുള്ള ഏറ്റവും നീളം കൂടിയ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കോഡ് എങ്ങനത്തെ കോഡായിരിക്കും ഉണ്ടാവും? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ചെറിയ കോഡായിരിക്കും. കുറച്ചും കൂടി ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ വലിയ കോഡായിരിക്കും. കുറച്ചും കൂടി ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി വലിയ കോഡായിരിക്കും കേട്ടോ. അങ്ങനെ ഈ സെന്ററിന്റെ അടുത്തേക്ക് എടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കോഡിന്റെ വലിപ്പം അങ്ങനെ കൂടി വരും. ശരിയല്ലേ? അപ്പോൾ ആ കോഡ് സെന്ററിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ സെന്ററിലൂടെ പാസ് ചെയ്യണമെങ്കിൽ അതായിരിക്കും ആ സർക്കിൾ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ്. ശരിയാണോ? ശരിയാണ്. ആ കോഡിനെ നമ്മൾ എന്താ പറയാ? ആ കോഡ് നമ്മൾ ആ സർക്കിളിന്റെ ഡയമീറ്റർ എന്നാ പറയാ. ഡയമീറ്റർ. അപ്പോൾ നോക്കാം. അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിനാണ്? ഒരു കോഡ് തന്നെയാണ്. അത് എങ്ങനെയുള്ള കോഡാണ്? എ കോഡ് ദാറ്റ് പാസസ് ത്രൂ ദ സെന്റർ. ഓഫ് ദി സർക്കിൾ, ദാറ്റ് ഈസ് ഡയമീറ്റർ. മനസ്സിലായല്ലോ? ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിയസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ നോക്കൂ,
ഒരു സർക്കിള് ഉണ്ടോ, സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ സർക്കിളിൽ ഒരു ഡയമീറ്റർ വരയ്ക്കണം. ഇത് ഒരു സാധാരണ കോഡാണ്, നോർമൽ കോഡാണ്. കോഡ് എ ബി എന്ന് പറഞ്ഞ സാധാരണ കോഡാണ്. ഇനി ഞാൻ വേറെ എന്ത് ചെയ്യാൻ നോക്കൂ, ഒരു ഡയമീറ്റർ വരയ്ക്കണം. അങ്ങനെ ഇതാണ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡ്. ഈ സി ഡി എന്ന് പറഞ്ഞ സാധനം ഒരു കോഡാണ്, പക്ഷേ അതെന്താണ്, ഈ സർക്കിളിൻ്റെ ഒരു ഡയമീറ്ററാണ്. ഉണ്ടോ, ഈ ഡയമീറ്ററിൻ്റെ ലെങ്ത്, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഇവിടെ ഇത് സർക്കിളിൻ്റെ സെൻറ്റർ O ആണ് ഇരിക്കുക. ഈ OC എന്ന് പറഞ്ഞ സാധനം സർക്കിളിൻ്റെ ഒരു റേഡിയസ് അല്ലേ, ആണല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ OD എന്ന് പറഞ്ഞ സാധനം എന്താണ്, സർക്കിളിൻ്റെ മറ്റൊരു റേഡിയസ് അല്ലേ, ശരിയല്ലേ. അപ്പോൾ രണ്ട് റേഡിയസുകൾ ചേർന്നാണ് ശരിക്കും എന്തൊരു ഡയമീറ്റർ ആണോ, അതെ അല്ലേ. ഇത് റേഡിയസ് ആണ്, ഇവിടുന്ന് അങ്ങോട്ട് വേറൊരു റേഡിയസ് ആണ്. ഈ രണ്ട് റേഡിയസും കൂടി ചേർന്നതാണ് ശരിക്കും എന്ത് ടൈമീറ്റർ. അപ്പോൾ നമുക്ക് ആ ഡയമീറ്ററിന്റെ ലെങ്ത് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, 2R എന്ന് പറയാം. 2R എന്ന് പറഞ്ഞാൽ 2 × R, R-ന്റെ 2 ടൈംസ് ട്വൈസ് റേഡിയസ് ആണ് എന്ത് വരിക, ഡയമീറ്റർ. അതൊന്ന് ജസ്റ്റ് ഓർത്ത് നോക്കുക. അതായത് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കും. അപ്പോൾ ഡയമീറ്റർ ആണ് എന്ത്, ഒരു സർക്കിളിലെ ലോങ്ങസ്റ്റ് കോഡ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ കോഡ് ദാറ്റ് പാസസ് ത്രൂ ദി സെന്റർ, അതാണ് എന്ത്, ഡയമീറ്റർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇതൊക്കെ ഓർമ്മയിൽ വേണം, എന്നാലും നമ്മൾ പറയുമ്പോൾ ഉള്ളത് തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇതൊക്കെ പറഞ്ഞതിൽ പലതും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കോഡിൻ്റെ ഓരോരോ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ശരിക്കും ശ്രദ്ധിക്കാം. ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ആണോ. ഞാൻ ഈ സർക്കിളിൽ എന്ത് ചെയ്യണം, ഒരു കോഡ് വരയ്ക്കണം. വെറുതെ റഫായിട്ട് ഏതെങ്കിലും ഒരു കോഡ്, മെഷർമെൻ്റ് ഒന്നുമില്ല, വെറുതെ സ്കെയിൽ ഉപയോഗിച്ച് ഈ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് എന്ത് ചെയ്തു, ഒരു കോഡ് വരച്ചു. AB എന്ന് പറഞ്ഞ കോഡ് വരച്ചു ഉണ്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈനിന് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. നമ്മൾ 8th പഠിച്ചതാണ് അല്ല. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞ സാധനം? ഇവിടെ നോക്കൂ, ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ, അറിയാത്തവർക്ക് വേണ്ടി ഒരു ലൈൻ. ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് ഈ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യണതും ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതുമായി ഈ ലൈനാണ് നമ്മൾ ഈ ലൈൻ AB ആണെങ്കിൽ AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഞാൻ വരച്ചത്. ഇതെന്തായിരിക്കണം, ഇത് 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രി ആയിരിക്കണം. ബൈസെക്ട് എന്ന് പറഞ്ഞാൽ ബൈസെക്ട് ചെയ്യുന്നതാണ് രണ്ട് ഈക്വൽ രണ്ട് പാർട്സ് ആക്കുക. ഒരു ലൈനിനെ ബൈസെക്ട് ചെയ്യുക, ഒരു ലൈൻ, ആ ലൈനിനെ ബൈസെക്ട് ചെയ്യുക പറഞ്ഞാൽ ഈ ഇവിടെ ഇങ്ങോട്ടുള്ള ഭാഗം ഇവിടെയുള്ള ഭാഗം ഈക്വൽ ആണെങ്കിൽ ഈ ലൈൻ ഇതിനെ ബൈസെക്ട് ചെയ്യുന്ന പറയാം, ബൈസെക്ട് ചെയ്തു എന്നാണ് പറയാം. മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ വരച്ചാലും ബൈസെക്ട് ചെയ്യാം, ഇങ്ങനെ വരച്ചാലും ബൈസെക്ട് ചെയ്യാം. മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്താൽ മതി, ആ ലൈനിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്താൽ മതി. മിഡ് പോയിന്റ് ആകുമ്പോഴാണല്ലോ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും എന്താ സെയിം ആവുക, പറഞ്ഞ് മനസ്സിലാവുണ്ടോ. അപ്പോൾ ഇതും ബൈസെക്ടറാണ്, ഇതും ബൈസെക്ടറാണ്. പക്ഷേ ആ ബൈസെക്ടർ നേരെ വെർട്ടിക്കൽ ആണെങ്കിലോ നേരെ കുത്തനാണെങ്കിലോ എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി വരുന്ന രൂപത്തിലാണെങ്കിലോ ആ ബൈസെക്ടറിനാണ് എന്ത് പറയുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാ. മറക്കരുത്, ബൈസെക്ട് എന്ന് പറഞ്ഞ വാക്ക് ഓർക്കുക. അതൊക്കെ നമുക്ക് ഇവിടെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അർത്ഥം. മനസ്സിലായോ, ഡിവൈഡ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്, അതാണ് ബൈസെക്ട് ചെയ്യുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെ വരണം, അതാ ഈ ആംഗിൾ 90 ഡിഗ്രി വരുന്ന രൂപത്തിൽ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള ഈ ലൈനിന് എന്ത് പറയാ ഈ AB എന്ന് പറഞ്ഞ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാ. മനസ്സിലാവുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, നമ്മളൊരു കോഡ് വരച്ചിട്ട് ഈ കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. എങ്ങനെയാണ് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമുക്കറിയാം. ഇവിടെ നോക്കാം, ഇവിടെ ഇതാകുമ്പോൾ ഈ എൻഡിൽ കോമ്പസ് പ്ലേസ് ചെയ്യും, അല്ലെ, എന്നിട്ട് പകുതിയിൽ മോർ ദാൻ ഹാഫ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, അതേ മെഷർമെന്റിൽ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, അല്ലെ, വരച്ച ഓർമ്മയില്ലേ. അതുപോലെ ഇവിടെ കോമ്പസ് പ്ലേസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതേ ഡിസ്റ്റൻസിന് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, അങ്ങനെ വരയ്ക്കട്ടോ. കോമ്പസിൽ ഇവിടെ ഇതൊന്നും എന്ത് ചെയ്യുക, മോർ ദാൻ ഹാഫ് എടുക്കും, ഒരാർക്ക്. ഇത് മാറാതെ ഇവിടെ നമ്മൾ കൊണ്ടുപോയി വെക്കും, ഇവിടെ ഒരു ആർക്ക്, ഇവിടെ വെക്കും. ആ രണ്ട് ആർക്കുകളും ജോയിൻ ചെയ്യണ ഈ പോയിന്റ്സ് മാർക്ക് ചെയ്ത് ലൈൻ വരച്ച് കഴിഞ്ഞാൽ കിട്ടും. ആ ലൈൻ എന്തായിരിക്കും, ആ AB എന്ന് പറഞ്ഞ ലൈനിന്റെ കറക്റ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അതേപോലെ AB എന്ന് പറഞ്ഞാൽ ഈ കോഡ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. മനസ്സിലായോ. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എല്ലായ്പ്പോഴും ആ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണം. സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും. ആ സർക്കിളിൽ ഉണ്ടെങ്കിൽ അതിൽ കൂടി പാസ് ചെയ്യും. ഏത് കോഡ് വരച്ചാലും ആ കോഡിന്റെ ഒക്കെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വിൽ പാസ് ത്രൂ ദ സെന്റർ ഓഫ് ദാറ്റ് സർക്കിൾ. മനസ്സിലാവും. അവിടെ നോക്കാം, ഇവിടെ ഒരു കോഡ് ഇങ്ങനെ കോഡ് വരച്ച് വെച്ചോളൂ. ഈ കോഡിന്റെ പേര് CD ആണ്.
ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞവർ വരക്കണം. അത് വരക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, ആ ബൈസെക്ടർ എന്ത് ചെയ്യും, അതിന്റെ സർക്കിളിന്റെ സെന്ററിലൂടെ എന്ത് ചെയ്താൽ സെന്ററിലൂടെ പാസ് ചെയ്യും. ഇവിടെ ഒരു കോഡ് ഉണ്ട് വിചാരിക്കാം ഉണ്ടോ, ഈ കോഡ് ഈ പി ക്യൂ എന്ന് പറഞ്ഞ കോഡാണെങ്കിൽ ഈ പി ക്യൂവിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ എന്ത് ചെയ്യും, അതും എന്ത് ചെയ്യും, അതും ഈ സെന്ററിലൂടെ സർക്കിളിന്റെ സെന്ററിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഈ ഒരു പോയിന്റ് ഒരു തിയറമായിട്ട് ഒരു ഫാക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. എന്താണ്, ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി കോഡ് ഓഫ് എ സർക്കിൾ വിൽ പാസ് ത്രൂ ഇറ്റ്സ് സെന്റർ എന്നാണ്. ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി കോഡ് ഓഫ് എ സർക്കിൾ വിൽ പാസ് ത്രൂ ഇറ്റ്സ് സെന്റർ. ഓരോ കോഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ത് ചെയ്യും, ആ സർക്കിളിന്റെ സെന്ററിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. മറക്കരുത്. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് ആ സർക്കിളിന്റെ സെന്ററിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. അതൊരു വസ്തുതയായിട്ട് പഠിച്ചു വെക്കുക. എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യേണ്ട സമയത്ത് ഇതിലൂടെ പാസ് ചെയ്യും എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് ഒരു റീസൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എഴുതേണ്ടി വരും. അപ്പോൾ ആ പോയിന്റ് എഴുതാനും പറയാനൊക്കെ പഠിക്കുക, കാര്യം മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ. എന്തായാലും നമ്മൾ പഠിച്ച സെന്റൻസ് എന്താണ്, ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി കോഡ് ഓഫ് എ സർക്കിൾ വിൽ പാസ് ത്രൂ ഇറ്റ്സ് സെന്റർ. ആ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഈ ഒരു പോയിന്റ് ഇപ്പം നമ്മൾ പഠിച്ച ഒരു ഫാക്ട് നമുക്ക് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കാം. അവിടെ നോക്കാം, നമ്മൾ സാധാരണ സർക്കിൾ വരയ്ക്കാൻ എന്താ ചെയ്യുക, സർക്കിൾ വരയ്ക്കാൻ നമ്മൾ കോമ്പസ് എടുക്കുകയാണ് ചെയ്യുക അല്ലേ. കോമ്പസ് എടുത്തിട്ട് കോമ്പസ് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, സർക്കിൾ വരയ്ക്കാൻ. ചിലപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കാൻ നിങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാം, നിങ്ങളുടെ കയ്യിലുള്ള വളകൾ ഉപയോഗിക്കാറില്ലേ, വളം ഉപയോഗിച്ചൊരു സർക്കിൾ വരച്ചു മനസ്സിലോ. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലേറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ റൗണ്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, എവിടെയെങ്കിലൊക്കെ വലിയ ചാർട്ട് പേപ്പറിലൊക്കെ വരക്കേണ്ടി വരുമ്പോൾ, ചാർട്ട് പേപ്പറിലൊക്കെ വലിയ സർക്കിൾ വരക്കേണ്ടി വരുമ്പോൾ, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റ് എടുത്താൽ മതി, സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുത്താൽ മതി. ആ പ്ലേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, പ്ലേറ്റ് എടുത്തിട്ട് അതിന് ചുറ്റുഭാഗത്ത് ഇങ്ങനെ വരച്ച് നമുക്ക് എന്ത് കിട്ടും, വലിയൊരു സർക്കിൾ ഇങ്ങനെ കിട്ടുവാണ്, അങ്ങനെ കിട്ടും, നല്ല സർക്കിൾ കിട്ടും. പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കോമ്പസ് ഇല്ലാതെ നമ്മൾ വരച്ച ഒരു സർക്കിൾ ഈ സർക്കിളിൻ്റെ കറക്റ്റ് സെൻറ്റർ എവിടെ വരും, ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എവിടെ ആയിരിക്കും വരിക, സെൻറ്റർ എവിടെയെന്ന് വെച്ചാൽ സെൻറ്റർ ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റും ചില സെൻറ്റർ. അപ്പോൾ സെൻറ്റർ നമ്മൾ ഇവിടെ ചിലപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ അങ്ങനെ കറക്റ്റ് സെൻറ്റർ പറയാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് സെൻറ്റർ പറഞ്ഞാൽ കൃത്യം സെൻറ്റർ കിട്ടണം. ആ സെൻറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പഠിച്ച ഐഡിയ ഉപയോഗിക്കാം. അതായത് കോമ്പസ് ഉപയോഗിക്കാതെ സെൻറ്റർ കൃത്യമായിട്ട് അറിയാതെ നമ്മൾ വരയ്ക്കുന്ന ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ എക്സാക്ട് സെൻറ്റർ എവിടെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇപ്പം നമ്മൾ ഈ പഠിച്ച ടെക്നിക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ പഠിച്ച ടെക്നിക്ക് എന്താ, അപ്പോൾ നോക്കാം അതിന് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഒരു കോഡ് വരയ്ക്കുക, അവിടെ ഒരു കോഡ് വരയ്ക്കുക, വെറുതെ റഫായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഡ് വരയ്ക്കാം. ഈ കോഡിന് AB എന്ന് പേര് കൊടുക്കുക. ആണോ, ഈ കോഡിൻ്റെ എന്ത് വരയ്ക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ അറിയാലോ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ കോമ്പസ് കുത്തി ഇതിൽ പകുതിയിൽ കൂടുതലെടുത്ത് ഇവിടെ ഒരു ആർക്ക് അതേമാതിരി ഇവിടുന്ന് അങ്ങനെ ആർക്ക് വരച്ചിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അങ്ങനെ ഉണ്ടോ. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതിലൂടെ പാസ് ചെയ്യാൻ നമ്മൾ പഠിച്ചത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ്. അപ്പോൾ സെന്റർ ഇവിടെ വരിക, ആ സെന്ററിലൂടെ പാസ് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ. ഇവിടെ ഈ കോഡ് വരച്ച അതേമാതിരി എന്ത് നമുക്ക് വേറൊരു കോഡ് ഇങ്ങനെ വരയ്ക്കാം. അങ്ങനെ ഒരു കോഡ് വരയ്ക്കാം. ഇതൊരു കോഡ്, ഈ കോഡ് പേര് CD എന്നായിക്കോട്ടെ. ആണോ, ഈ കോഡിനും എന്ത് വരയ്ക്കുക, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ ഇതിവിടെ വരച്ച മാതിരി. അപ്പോൾ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് പകുതി കൂടുതലെടുത്ത് ഒരാർക്ക് ഇവിടെ അതേമാതിരി രണ്ടാർക്ക് അങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ എന്ത് വരയ്ക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും എന്ത് ചെയ്യുന്ന പറഞ്ഞ് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യില്ലേ, ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറും നമ്മൾ ആദ്യം വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ആയിരിക്കും എന്ത് വരിക, ആ സർക്കിളിൻ്റെ സെൻറ്റർ വരിക. അതായത് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ തന്നെ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ പറയുക. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്ത് വരിക, ആ സർക്കിളിന്റെ സെന്റർ വരിക. കേട്ടോ, ഇനി ഇവിടെ ഒരു കോഡ് വരച്ചാലോ, ഇവിടെ കോഡ് വരച്ചാൽ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചാൽ അത് ഇതിലൂടെ പാസ് ചെയ്യണം, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് ആണ് എന്ത് വരിക, സർക്കിളിന്റെ സെന്റർ വരിക. മനസ്സിലായാലോ. ഇങ്ങനെ സർക്കിളിന്റെ സെന്റർ അൺനോൺ ആയിട്ട്, സെന്റർ എവിടെയാന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാത്ത ഒരു സർക്കിൾ കിട്ടുകയാണെങ്കിൽ ആ സർക്കിളിന്റെ സെന്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ, സെന്റർ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമ്മൾ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ ടെക്നിക്ക് എന്താ, ഒരു കോഡിന്റെ ഏതൊരു കോഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ത് ചെയ്യും, will pass through its center എന്നാണ്. The perpendicular bisector of any code will pass through the center of that circle. ആ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും. ഈ ടെക്നിക്ക് മനസ്സിലായോ? മനസ്സിലായി.
ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. ഇതൊക്കെ ആവശ്യം വരുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി നമ്മൾ കോഡുമായിട്ട് ബന്ധപ്പെട്ട വേറെ 1-2 പോയിന്റ്സ് പറയാം. ശരിക്കും ശ്രദ്ധിക്കാം. ഒരു കോഡ്, ഒരു സർക്കിള്. ഈ സർക്കിളിൽ നമ്മൾ എന്താണ് ഒരു കോഡ് വരയ്ക്കുക. നല്ലൊരു കോഡ് വരച്ചു. കോഡ് നമുക്ക് എങ്ങനെയും വരക്കട്ടെ, നമുക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ വരക്കാം, എങ്ങനെ വേണിച്ച വരക്കാം. ഈ കോഡിൻ്റെ പേര് ഞാൻ AB എന്ന് പേര് കൊടുത്തു. AB എന്ന് പേര് കൊടുത്തു. ഇത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. സെൻറ്റർ O ആയിക്കോട്ടെ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ O എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യണേ, ഈ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്തിലേക്ക്? ഇവിടെ നോക്കാം. അപ്പം അങ്ങനെ ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ മുകളിൽ ഒരു പോയിന്റ്, ഈ പോയിന്റ് നമുക്ക് പെർപെൻഡിക്കുലർ വരക്കാം. ഇവിടുന്ന് ഇങ്ങനെ നേരെ കുത്തനെ വരുന്ന ഒരു പെർപെൻഡിക്കുലർ വരക്കണം. അങ്ങനെ വരക്കാം. ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കാൻ പറ്റുന്നുണ്ടോ? ആണോ? അപ്പോൾ ഈ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈനിലേക്ക് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരക്കാൻ പറ്റും. അങ്ങനെ വരക്കാൻ പറ്റും. പുറത്തേക്ക് അങ്ങനെ ഈ കോഡിലേക്ക്, ഈ AB എന്ന് പറഞ്ഞ കോഡിലേക്ക് എന്ത് ചെയ്യണേ, ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഇതിവിടെ 90 ഡിഗ്രി വരുന്ന രൂപത്തിൽ ഇങ്ങനെ വരയ്ക്കണോ? ഇത് 90 ആണ്. ഒരു പെർപെൻഡിക്കുലർ വരച്ചോ. അതായത് ഈ പെർപെൻഡിക്കുലർ വന്ന് ഇവിടെ മുട്ടി ഇത് M എന്ന് പറഞ്ഞ പോയിന്റാണ് ശരിക്കണം. അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു കോഡിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. എന്താ ബൈസെക്റ്റ് ചെയ്യുന്ന അർത്ഥം? ബൈസെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വരച്ച പെർപെൻഡിക്കുലർ ഇവിടെ വന്ന് മുട്ടി ഇവിടുന്ന് ഇതാ ഈ പാർട്ടും ഇവിടുന്ന് താഴേക്ക് എടുത്തതിൻ്റെ ഈ രണ്ടിൻ്റെ ലെങ്ത് എന്തായിരിക്കും? കറക്റ്റ് ഈക്വലായി, 2 ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണതിന് നമ്മൾ എന്ത് പറയാ? ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറയാം. ശരിയല്ലേ? ഒരു ലൈനിനെ 2 ആയിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണതിന് നമ്മൾ ബൈസെക്റ്റ് ചെയ്യുക. അപ്പോൾ ഏത് ലൈനാണ് ബൈസെക്റ്റ് ചെയ്യുക? സെൻറ്ററിൽ നിന്ന് ഈ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനല്ല, പെർപെൻഡിക്കുലർ സർക്കിളിന്റെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും? ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. The perpendicular drawn from the center of the circle to any chord will bisect that chord. The perpendicular from the center of a circle to any chord, perpendicular ആണ് വരക്കേണ്ടത്, to any chord will bisect that chord. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു കോഡ് വരച്ചു ഉണ്ടോ? ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ല. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ അല്ല. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഈ ലെങ്തും ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ആവില്ല. കുറച്ചും കൂടി ഇങ്ങനെ ഒരു വരച്ചു. ഈ ആംഗിൾ എന്തല്ല 90 അല്ല. 90 അല്ലെങ്കിൽ ഈ ലെങ്തും എന്താവില്ല, ഈക്വൽ ആവില്ല. നമ്മൾ ഇവിടുന്ന് ആ വരക്കുന്ന ലൈൻ ഇങ്ങനെ വരച്ചപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി കിട്ടി. 90 ഡിഗ്രി കിട്ടുമ്പോഴാണ് എന്ത് പറയാം, ആ ലൈൻ പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ നിന്നിട്ടുള്ള ഈ പാർട്ടും പാർട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ആ പെർപെൻഡിക്കുലർ എന്ത് ചെയ്തു എന്നാ പറയാ, ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്തു എന്നാണ് പറയാം. അതായത് പെർപെൻഡിക്കുലർ എന്ത് ചെയ്യുന്ന പറയാ, ബൈസെക്റ്റ് ചെയ്യുക. ബൈസെക്റ്റ്, ആ വേർഡ് മറക്കരുത്, ബൈസെക്റ്റ്. ദ പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ടു എനി കോഡ് വിൽ ബൈസെക്റ്റ് ദാറ്റ് കോഡ് എന്നാണ്. ആ കോഡിന് എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വേറെ മീനിങ് കൂടി ഉണ്ട്. ആ വന്ന് മുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, മുട്ടുന്ന പോയിന്റ്, ഈ പോയിന്റ് എന്തായിരിക്കും? ആ കോഡിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് ആയിരിക്കും. ശരിയല്ലേ? മിഡ് പോയിന്റ് ആകുമ്പോഴാണല്ലോ ഇതിനെ 2 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയാം നമ്മൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ, ഇവിടുന്ന് വരക്കണ ഈ ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും? ഈ കോഡിന്റെ കറക്റ്റ് മിഡ് പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുക? ആ ലൈൻ വന്ന് മീറ്റ് ചെയ്യുക. മറക്കരുത്. അതായത് ഈ M എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ, ഈ M എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും? AB എന്ന് പറഞ്ഞ കോഡിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അതൊരു പോയിന്റ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതൊരു ഒരു ഫാക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. എവിടെയെങ്കിലും റീസൺ എഴുതേണ്ടി വരുമ്പോൾ അത് എഴുതേണ്ടി വരും. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? എന്താ പറഞ്ഞ പോയിന്റ്? ഒരു കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. ഒരു കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ത് ചെയ്യും? ആ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നതാണ്. ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി കോഡ് വിൽ പാസ് ത്രൂ ദ സെന്റർ ഓഫ് ദാറ്റ് സർക്കിൾ. അതാണ് ആദ്യത്തെ പോയിന്റ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്താണ്? ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കാര്യം മനസ്സിലാക്കാതെ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും? ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്ന. അതായത് ദ പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ഓഫ് എനി സർക്കിൾ ടു എ കോഡ് വിൽ ബൈസെക്റ്റ് ദാറ്റ് കോഡ് എന്നാണ്.
പറഞ്ഞാൽ ആ ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം നേരെ തിരിച്ചങ്ങോട്ടും പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞെന്താണ്, ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ കോഡിനെ അത് ബൈസെക്ട് ചെയ്യുന്നുള്ള പറഞ്ഞത്. ഈ തിരിച്ച് ഇത് സെന്റർ ഈ ഇവിടെ നോക്കാം, അങ്ങനെ ഒരു കോഡ് ഞാൻ വരച്ചു. ഈ കോഡിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഈ കോഡിന്റെ പേര് CD ആണ് വിചാരിച്ചോളൂ കേട്ടോ. ഈ കോഡിന്റെ മിഡ് പോയിന്റ് N ആണ് വിചാരിച്ചോളൂ. ഈ കോഡിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ കോഡിന്റെ മിഡ് പോയിന്റും ഈ സെന്ററും കൂടി ജോയിൻ ചെയ്തിങ്ങനെ ലൈൻ വരച്ചു. കോഡിന്റെ മിഡ് പോയിന്റും ഈ സർക്കിളിന്റെ സെന്ററും കൂടി ജോയിൻ ചെയ്ത ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എന്തായിരിക്കും? ആ ലൈന് ഈ കോഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. തിരിച്ചങ്ങോട്ടാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ഇവിടുന്ന് വരക്കുന്നത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞത്. ഈ തിരിച്ച് ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ലൈൻ എന്തായിരിക്കും? ഈ കോഡിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. കേട്ടോ, അത് അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആണ്. രണ്ടും സെയിം സംഭവങ്ങളാണ്. അത് രണ്ട് രീതിയിൽ തിരിച്ചും മറിച്ചും പറയണം. ശരിക്കും ശ്രദ്ധിക്കുക. ഈ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കണത് പെർപെൻഡിക്കുലർ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? ഇത് മിഡ് പോയിന്റ് ആയിരിക്കുന്ന ആദ്യം ഞാൻ പറഞ്ഞു. ഈ തിരിച്ചു പറയുന്നതാണ്, ഇത് മിഡ് പോയിന്റും ഇത് സെന്ററും ആണെങ്കിൽ ഈ ലൈൻ എന്തായിരിക്കും? ഈ ലൈൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന. പെർപെൻഡിക്കുലർ ആണെങ്കിൽ മിഡ് പോയിന്റ് ആയിരിക്കും. മിഡ് പോയിന്റ് ആണെങ്കിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. തിരിച്ചങ്ങോട്ട് കൊണ്ടും പറയാം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ മീറ്റ് ചെയ്യണ പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കും. എന്നുവെച്ചാലോ മിഡ് പോയിന്റിലേക്കാണ് മീറ്റ് ചെയ്യണമെങ്കിൽ ആ ലൈൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. രണ്ടും അതിന്റെ അർത്ഥം എന്താണ്? ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് എന്തുമായിരിക്കും? അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. മറക്കരുത്. മനസ്സിലായോ? അത് രണ്ടും തിരിച്ചും മറിച്ചും പറയേണ്ടതാണ്. ഇവിടുന്ന് വരയ്ക്കണ ലൈൻ ഇതിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? മിഡ് പോയിന്റ്. ഇത് മിഡ് പോയിന്റ് ആയിരിക്കും എന്നുള്ളതിന്റെ വേറൊരു ഭാഷയാണ് എന്ത്? അത് ഈ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായാലോ? ഇനി മിഡ് പോയിന്റിലേക്കാണ് ലൈൻ വരയ്ക്കണമെങ്കിൽ ഇവിടെ നോക്കാം, ഒരു കോഡ് ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു കോഡ് ഉണ്ട്. ഈ കോഡിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്തായിരിക്കും? ഇത് 90 ആയിരിക്കും. ഉറപ്പാണ്. മിഡ് പോയിന്റിലേക്കാണ് ആ ലൈൻ വരയ്ക്കണമെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? 90 വരും. അതാണ് രണ്ടാമതായിട്ട് തിരിച്ചായി പറഞ്ഞ സംഭവം. മറക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലൊന്ന് വെക്കുക. കോഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. എന്താണ് കോഡ് എന്ന് മനസ്സിലായല്ലോ? എന്തായിരുന്നു കോഡ്? വാട്ട് ഈസ് എ കോഡ് എന്നൊക്കെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. വാട്ട് ഈസ് എ കോഡ്? കോഡ് ഈസ് എ ലൈൻ ദാറ്റ് ജോയിൻസ് എനി 2 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സിന് ജോയിൻ ചെയ്തൊരു വര വരച്ചാൽ ആ വരയാണ്, ആ ലൈനാണ് എന്ത്? കോഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ കോഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ടാവുമല്ലോ അല്ലേ? ഇനി ഞാൻ ചെറിയ അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് ഒരു സർക്കിളിൽ നമ്മളൊരു കോഡ് വരച്ചാൽ ആ കോഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 3 ഡിസ്റ്റൻസുകൾ, 3 മെഷർമെന്റ്സ്, 3 അകലങ്ങൾ നോക്കാം. ശരിക്കും ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മളൊരു സർക്കിൾ വരച്ചു. മനസ്സിലായല്ലോ? ഈ സർക്കിളിൽ ഞാനതാ ഒരു കോഡ്, ഇത് സർക്കിളിന്റെ സെന്ററാണ്. സർക്കിളിന്റെ സെന്റർ നമ്മൾ സാധാരണ O എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുക. എപ്പോഴും പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ. ഇപ്പൊ A എന്നാണെങ്കിൽ A എന്നുള്ള സ്മോൾ ലെറ്റർ ഉപയോഗിക്കില്ല. AB എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുക. ഇതിലുള്ള പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ സർക്കിളിന്റെ സെന്റർ O. ഈ സെന്റർ O ആയിട്ടുള്ള സർക്കിളിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു കോഡ് വരയ്ക്കും. അങ്ങനെ ഒരു കോഡ് വരച്ചു കേട്ടോ. ഈ കോഡിന്റെ പേര് AB എന്ന് പറഞ്ഞ കോഡ് കേട്ടോ. AB ഈസ് എ കോഡ് ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ O. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ കോഡിനൊരു ലെങ്ത് ഉണ്ടാവില്ലേ? ഓരോ കോഡിനും ഓരോ ലെങ്ത് ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? ചിലപ്പോൾ ചെറിയ ലെങ്ത് ആണ്. ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് വരച്ച ഈ സെന്ററിനോട് ഇങ്ങനെ, ഈ കോഡ് സെന്ററിനോട് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ആ കോഡിന്റെ ലെങ്ത് ഇങ്ങനെ കൂടി വരും. ശരിയല്ലേ? ഇതിപ്പോ താഴെയാണ്, ഇവിടെയാണ് കോഡ് വരച്ചെങ്കിൽ ഇതിനേക്കാൾ കുറവാണിത് കേട്ടോ. ഇതിങ്ങനെ ഈ സെന്ററിനോട് ഇങ്ങനെ അടുത്ത് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ആ കോഡിന്റെ ലെങ്ത് എന്ത് ചെയ്യും? ഇങ്ങനെ കൂടി വരും. ആ സെന്ററിലൂടെ ആണ് പാസ് ചെയ്യുമ്പോൾ അതായിരിക്കും എന്ത് ലോങ്ങസ്റ്റ് കോഡ് വരിക. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ അകന്ന് പോവുകയാണെങ്കിൽ, അതിന് എവേ ഫ്രം ദി സെന്റർ ആണെങ്കിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ലെങ്ത് കുറഞ്ഞു വരും. ടുവേർഡ്സ് സെന്ററിനോട് അടുത്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ലെങ്ത് ഇങ്ങനെ കൂടി വരും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വെറുതെ ഞാൻ എന്ത് ചെയ്യും? ഒരു കോഡ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കോഡിനും ഓരോ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഈ AB എന്ന് പറഞ്ഞ കോഡിന് എന്തുണ്ടാവും? ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ടാവും. അതാണ് ഒരു മെഷർമെന്റ്. ലെങ്ത് ഓഫ് കോഡ്, നമ്മളെ കോഡിന്റെ ലെങ്ത് ഒരു മെഷർമെന്റ്. മനസ്സിലായല്ലോ? ഇനി ഈ കോഡ് ഈ സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണുള്ളത്? നമ്മൾ പറഞ്ഞു ഈ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, സെന്ററിൽ നിന്ന് ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ കോഡ് ചെറുതായി വരും. സെന്ററോട് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? കോഡ് ഇങ്ങനെ വലുതായി വരും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഈ കോഡിന് ഈ സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ നോക്കുക?
അത് നോക്കൽ എങ്ങനെ വെച്ചാൽ ഈ കോഡിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് എടുക്കും ഉണ്ടോ, ഈ കോഡിൻ്റെ കറക്റ്റ് ഈ നമ്മൾ പറഞ്ഞ വരയ്ക്കുന്ന കോഡിൻ്റെ കറക്റ്റ് ആ മിഡ് പോയിന്റ് എം ആണ് എടുത്തുള്ളൂ ഉണ്ടോ. അപ്പോൾ ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നോക്കുക, ഈ സെന്ററിൽ നിന്ന് ഈ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കുക കേട്ടോ, അതാ നോക്കുക. അല്ലാതെ ഇവിടുന്ന് ഇങ്ങോട്ട് അളക്കാൻ പാടില്ല, ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും അളക്കാൻ പാടില്ല. ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദ മിഡ് പോയിന്റ് എന്നാണ്, മറക്കരുത്. അപ്പോൾ ഇവിടെ ഞാൻ കോഡ് വരച്ചു, ഈ കോഡിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എങ്ങനെ നോക്കുക. അപ്പോൾ ആ കോഡിന്റെ മിഡ് പോയിന്റ് നോക്കണം, മിഡ് പോയിന്റ് എന്നിട്ട് ഇവിടുന്ന് സ്കെയിൽ വെച്ച് ഇതാണ് ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ്. പറഞ്ഞു മനസ്സിലായാലോ, ഡിസ്റ്റൻസ് ടു എ കോഡ്, ഡിസ്റ്റൻസ് ടു ദ കോഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദ മിഡ് പോയിന്റ് ആണ്, മറക്കരുത്. ഇവിടെ ഒരു കോഡ് വരച്ചു, ഈ കോഡിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എങ്ങനെ നോക്കുക, ആ കോഡിന്റെ മിഡ് പോയിന്റ് എടുക്കണം. മിഡ് പോയിന്റ് നിന്ന് ഈ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ ഇതാണെന്ത് ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, മറക്കരുത്. അപ്പോൾ ഒരു കോഡ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഒരു മെഷർമെന്റ് ലെങ്ത് ഓഫ് കോഡാണ്. രണ്ടാമത്തെ മെഷർമെന്റ് എന്താണ്, ഈ കോഡിന്, ഈ നമ്മൾ വരച്ച കോഡിന് അതിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ആണ്, ഡിസ്റ്റൻസ് ഫ്രം സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് രണ്ടാമത്തെ മെഷർമെന്റ്. ഇനി മൂന്നാമത്തെ മെഷർമെന്റ് പറഞ്ഞാൽ ഈ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ടാവുമല്ലോ, അതാണ് മൂന്നാമത്തെ മെഷർമെന്റ്. ഒന്ന് സർക്കിളിന്റെ റേഡിയസ് ഒരു മെഷർമെന്റ്, പിന്നെന്താണ് ഒന്ന് ആ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, മൂന്നാമത്തെ എന്താണ് കോഡിന്റെ ലെങ്ത്. ഇങ്ങനെ 3 മെഷർമെന്റ്സ് ഉണ്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ അത് മൂന്നും ഈ ഒരു ഫിഗറിൽ മാർക്ക് ചെയ്യാം. ഒറ്റ ഒരു കോഡ് ഞാൻ എ ബി വരച്ചിട്ടുണ്ട്. അപ്പോൾ എ ബി എന്ന് വരച്ച ഈ കോഡിൽ ഇവിടെ ശ്രദ്ധിക്കുക, ആ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ OM എന്ന് നമ്മൾ മാർക്ക് ചെയ്തത്. നിങ്ങൾ പഠിച്ചു എന്ത്, ഈ മിഡ് പോയിന്റിലേക്ക്, ഈ സെൻട്രൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എന്തായിരിക്കും, ആ ലൈന് ആ കോഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഈ ആംഗിൾ എന്ത് വരും, 90 ഡിഗ്രി വരും, ശരിയല്ലേ. കോഡിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ലൈൻ ഈ കോഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് ഈ ആംഗിൾ എന്താണ്, 90 ഡിഗ്രിയാണ് വരിക. ഓക്കെ അല്ലേ. ഇനി സർക്കിളിൽ ഒരു റേഡിയസ് ഞാൻ വരയ്ക്കുക. അതിൽ റേഡിയസ് എങ്ങനെ വരയ്ക്കുക, സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു പോയിന്റിലേക്ക് വെക്കണം. പക്ഷെ ഞാൻ വരയ്ക്കണം ഇങ്ങോട്ടാണ്, സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്ക്, ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എന്ത് വെച്ചു, ഒരു റേഡിയസ് വരച്ചു. ഇതെന്താണ്, സർക്കിളിന്റെ റേഡിയസ് അല്ലേ, സർക്കിളിന്റെ റേഡിയസ് ആണ്, ശരിയാണ് അല്ലേ. ഇവിടുന്ന് കിട്ടണി ഇതെന്താണ്, ഇതാണ് നമ്മൾ പറഞ്ഞ ആ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ്. അതിന് നമുക്ക് ഡി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് വേണമെങ്കിൽ സൂചിപ്പിക്കാം, ഡി കണ്ടാ, ഡി ശരിയല്ലേ. ഇനി ഈ കോഡിന്റെ ലെങ്ത് എ മുതൽ ബി വരെയുള്ള എ ബി ആണ് കോഡിന്റെ ലെങ്ത്, ശരിയല്ലേ. അപ്പൊ ഈ AM എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് ഇപ്പം എന്താവും, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് ആവും, ആ കോഡിന്റെ ഹാഫ് ലെങ്ത് അല്ലേ, ശരിയല്ലേ. ഹാഫ് ലെങ്ത് വെറും ലെങ്ത് അല്ല, എന്ത് ലെങ്ത് ആണ്, ഹാഫ് ലെങ്ത്, അതിന്റെ പകുതി ഡിസ്റ്റൻസ് ആണ്, പകുതി ലെങ്ത് ആണ്, ഹാഫ് ലെങ്ത് ആണ്. ഏത് AM എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇവിടെ ഇപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയോ ഈ ഫിഗറിൽ, ഇപ്പൊ നമ്മൾ വരച്ച ഈ ഫിഗറിൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി അല്ലേ. ഏതാണ് ട്രയാങ്കിൾ AMO അല്ലെങ്കിൽ ട്രയാങ്കിൾ OAM എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ. ആ ട്രയാങ്കിളിന്റെ 3 സൈഡുകളിലെ നമ്മളിവിടെ പറഞ്ഞ 3 മെഷർമെന്റ്സും ഉണ്ടോ. ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഏതൊക്കെയാണ്, ഒന്ന് ആ ട്രയാങ്കിളിന്റെ ഈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നതാണ് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, ശരിയാണ്. ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്, ഈ ട്രയാങ്കിൾ കൊടുത്താൽ ഈ ആംഗിൾ 90 ഡിഗ്രി നമ്മളിവിടെ മാർക്ക് ചെയ്തല്ലോ. ഈ 90 ഡിഗ്രി മാർക്ക് ചെയ്തുകൊണ്ട് OAM എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ എന്താണ്, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, ശരിയാണ്. ആ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ മെഷർമെന്റ്സ് ഒക്കെ. അതിൽ ഒന്ന് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്, രണ്ടാമത്തേത് ഈ AM എന്താണ്, ഹാഫ് ലെങ്ത് ഓഫ് ദി കോഡാണ്, മൂന്നാമത്തെ എന്താണ്, ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ആണ്, 3 മെഷർമെന്റ്സ് ആണ്. ഈ 3 മെഷർമെന്റ്സും തമ്മിൽ അപ്പോൾ ഒരു കണക്ഷൻ ഇല്ലേ, ഈ ഒരു ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണോ, റൈറ്റ് ട്രയാങ്കിളിലെ 3 സൈഡ്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. എന്താ കണക്ഷന്, അതാണ് പൈതഗോറസ് തിയറം. നമ്മൾ പഠിച്ചല്ലേ, പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഈ 3ഉം തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റിലേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ആ 3ഉം ഉപയോഗിച്ചുള്ള റിലേഷനായ പൈതഗോറസ് തിയറം നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിൽ ഏതെങ്കിലും 2 മെഷർമെന്റ്സ് തന്നു കഴിഞ്ഞാൽ 3ാമത്തെ മെഷർമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലാവുണ്ടോ. അതായത് ഒരു സർക്കിളിൽ ഒരു കോഡ്, ആ കോഡിന്റെ ഹാഫ് ലെങ്ത്, ആ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ സർക്കിളിന്റെ റേഡിയസ്, 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളും 3ഉം കൂടി എന്തൊരു പരസ്പരം ഒരു ബന്ധമുണ്ട് മനസ്സിലായല്ലോ. ആ ബന്ധം എന്താണ്, അത് 3ഉം കൂടി ചേരുന്ന ഈ റൈറ്റ് ട്രയാങ്കിളിലെ പൈതഗോറസ് തിയറമാണ് ആ റിലേഷൻ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് 3ഉം തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 എണ്ണം അറിഞ്ഞാൽ, അതിൽ ഏതെങ്കിലും 2 എണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3ാമത്തെ മെഷർമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, ശരിയല്ലേ. ശരിയാണ്. അപ്പോൾ ഇതിൽ ഈ ട്രയാങ്കിൾ പൈതഗോറസ് തിയറം എന്ന് പറയും.
പൈതഗോറസ് തിയറം എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം, ഈ സർക്കിളിൻ്റെ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ OA എന്ന് പറയുന്നത്. നമുക്ക് ഈ R D ഒക്കെ പോട്ടത് വേണ്ട, നമ്മൾ ഇങ്ങനെ പേര് കൊടുക്കാം. OA എന്ന് പറഞ്ഞ സാധനം, OA എന്ന് പറയുന്നത് ഇതാണ് സർക്കിളിൻ്റെ റേഡിയസ് ആണോ, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ OAയുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആണല്ല, ഇതിൻ്റെ സ്ക്വയർ കാണാൻ ബാക്കിയുള്ള ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് ഇതിൻ്റെ സ്ക്വയറുകൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അതാണ് പൈതഗോറസ് തിയറം. അങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിൻ്റെ സ്ക്വയറും ഈ സൈഡിൻ്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടും, ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ കിട്ടുന്നത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ OA സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായി വരിക, OM സ്ക്വയർ ശരിയല്ലേ, പ്ലസ് എന്ത് വരും, AM സ്ക്വയർ ഉണ്ടോ. OA സ്ക്വയർ ഈസ് ഈക്വൽ ടു OM സ്ക്വയർ പ്ലസ് AM സ്ക്വയർ ഉണ്ടോ. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലിപ്പോൾ ഈ OM-ന്റെ സ്ക്വയർ ആണ് കാണണമെങ്കിലോ, അല്ലെങ്കിൽ OA ആണ് കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്താൽ OA ഈസ് ഈക്വൽ ടു എഴുതാം, OA സ്ക്വയർ തന്നെ ഇതാണ്. അപ്പോൾ OA ഈസ് ഈക്വൽ എന്താ വരിക, റൂട്ട് ഓഫ് ഇങ്ങനെ ഉണ്ടോ, OA ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് OM സ്ക്വയർ പ്ലസ് AM സ്ക്വയർ ശരിയല്ലേ. ഇതിൻ്റെ ഈ OA-ന്റെ സ്ക്വയർ ആണിത്. അപ്പോൾ OA കാണുകയും എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഇങ്ങനെ റൂട്ട് എടുത്താൽ മതി, അങ്ങനെ ഉണ്ടാവും ശരിയല്ലേ. ഇനി എങ്ങനെ ഇതിൽ OM എങ്ങനെ കാണാം, അതായത് ഈ ചെറിയ ഡിസ്റ്റൻസ്, ഇതൊരു ചെറിയ ഡിസ്റ്റൻസ് ആണ്, ഇതൊരു ചെറിയ ഡിസ്റ്റൻസ് ആണ്. ഈ രണ്ട് ചെറിയ ഡിസ്റ്റൻസുകളുടെ സ്ക്വയറുകൾ ആഡ് ചെയ്യുമ്പോഴാണ് ഈ വലിയ ഡിസ്റ്റൻസ് കിട്ടുക, ഇതിൻ്റെ സ്ക്വയർ കിട്ടുക. ഇതിൻ്റെ സ്ക്വയറും ഇത് ചെറുതാണ്, ഇതിൻ്റെ സ്ക്വയറും കൂടി, ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ വലുതിൻ്റെ സ്ക്വയർ കിട്ടുന്നതാണ്. അപ്പോൾ വലുതിൻ്റെ സ്ക്വയർ കാണാൻ ഇതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യാണ് വേണ്ടത് ശരിയല്ലേ. ചെറുതിൻ്റെ സ്ക്വയർ ആണ് കാണണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ വലുതിൻ്റെ സ്ക്വയറിൽ നിന്ന് മറ്റേ ചെറുതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. ഇതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്ത് കിട്ടും, ഇതിൻ്റെ സ്ക്വയർ കിട്ടും. ഇതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇതിൻ്റെ സ്ക്വയറാണ് മൈനസ് ചെയ്യണമെങ്കിൽ കിട്ടും, ഇതിൻ്റെ സ്ക്വയർ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ചെറുതിൻ്റെ സ്ക്വയർ കാണാൻ വലുതിൽ നിന്ന് മറ്റേ ചെറുതിൻ്റെ സ്ക്വയർ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അതനുസരിച്ച് എന്താ വരിക, OM-ന്റെ സ്ക്വയർ എന്താ വരിക, OM-ന്റെ സ്ക്വയർ എന്താ വരിക, ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ വലുതിൻ്റെ സ്ക്വയർ OA-ന്റെ സ്ക്വയറിൽ നിന്ന് മൈനസ് ചെയ്യുക കേട്ടോ. മൈനസ് ചെയ്യുക, എന്താ മൈനസ് ചെയ്യേണ്ടത്, മറ്റേ ചെറുത് ഇതാണ് AM. അപ്പോൾ AM-ന്റെ സ്ക്വയർ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. ഇനി AM-ന്റെ സ്ക്വയർ ആണ് കാണണമെങ്കിലോ, AM-ന്റെ സ്ക്വയർ ആണ് കാണണമെങ്കിലോ, AM എന്ന് പറഞ്ഞാൽ ഒരു ചെറുതാണ് അല്ലേ. അപ്പോൾ ഈ വലുതിൻ്റെ സ്ക്വയർ ഏതാണ്, OA-ന്റെ സ്ക്വയറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഈ ചെറുതിൻ്റെ അതായത് OM-ന്റെ സ്ക്വയർ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം ശരിയല്ലേ. ഇങ്ങനെയാണ് അത് എഴുതുക. ഇനി OM-ന്റെ സ്ക്വയർ അല്ലേ, അപ്പോൾ OM ആണ് നമുക്ക് കാണണമെങ്കിലോ, OM കാണണമെങ്കിൽ ഇവിടെ എന്തിട്ടാൽ ഇങ്ങനെ റൂട്ട് ഇട്ടാൽ മതി. AM-ന്റെ സ്ക്വയറിന് പകരം AM ആണ് കാണണമെങ്കിലോ, AM ആണെന്ന് ഇവിടെ എന്ത് ചെയ്താൽ മതി, റൂട്ട് ഇട്ടാൽ മതി. അപ്പോൾ 3 റിലേഷനായി. OA കാണാനും ഒരു റിലേഷൻ ഉണ്ട്, ഇതാണ് കാണണമെങ്കിൽ ഒരു റിലേഷൻ, അതായത് OM ഇതാണ് ഈ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഒരു റിലേഷൻ ഉണ്ട്. അതേപോലെ ഈ കോഡിൻ്റെ ഹാഫ് ലെങ്ത് ആണ് കിട്ടുക. ഹാഫ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് കണ്ടൂടെ. ഹാഫ് ലെങ്ത് 10 എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് 20 ഉണ്ടാവും. അപ്പോൾ ഹാഫ് ലെങ്ത് കിട്ടിയാൽ മതി, കിട്ടിക്കഴിഞ്ഞാൽ കോഡിൻ്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുള്ള റിലേഷനാണ് ഇത്. AM കാണാൻ ഇങ്ങനെ ചെയ്യാം, OM കാണാൻ ഇങ്ങനെ ചെയ്യാം, OA കാണാൻ എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഈ റിലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് ഈ ചാപ്റ്ററിൽ ആദ്യത്തെ കുറച്ച് പ്രോബ്ലംസ്. പറഞ്ഞു മനസ്സിലായാലോ. എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒരു സർക്കിളിൽ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡുമായിട്ട് ബന്ധപ്പെടുത്തി 3 അളവുകൾ, 3 മെഷർമെൻറ്റ്സ്. ഏതൊക്കെയാണ് മെഷർമെൻറ്റ്സ്, ഒന്ന് ആ കോഡിൻ്റെ ഹാഫ് ലെങ്ത്, രണ്ടാമത്തത് ആ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എവിടെ നിന്നാണ്, ഫ്രം സെൻറ്ററിൽ നിന്ന് കോഡിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് വരാം. ഡിസ്റ്റൻസ് ടു ദ കോഡ്, ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദ കോഡ് പറയുമ്പോൾ ടു കോഡിൻ്റെ എവിടേക്കാണ്, ടു ദ മിഡ് പോയിന്റ് ആണ്. മറക്കരുത്. മൂന്നാമത്തെ മെഷർമെന്റ് എന്താണ്, ആ സർക്കിൾ, എല്ലാ സർക്കിളിലും ഒരു റേഡിയസ് ഉണ്ടാവും, ഒരു റേഡിയസ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഹാഫ് ലെങ്ത് ഓഫ് ദ കോഡ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ. ഈ 3നെയും കണക്ട് ചെയ്യണ പൈതഗോറസ് തിയറം. അപ്പോൾ ഈ ഫിഗറും നമുക്ക് എങ്ങനെ എവിടെ കോഡ് കിട്ടിയാലും നമുക്ക് ഇതേപോലെ വരക്കണം. ഇത് വേറെ കോഡ്, ഇത് CD ആണ്, CD. ഇതിൻ്റെ മിഡ് പോയിന്റ് ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സാധനം വരച്ച് നമുക്ക് ഇവിടെ കിട്ടും, ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ആ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ഇത് ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ഇത് ആ കോഡിൻ്റെ ഹാഫ് ലെങ്ത് ആണ്. അവിടെ ഈ റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 3ാമത്തെ മെഷർമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. മനസ്സിലായോ. അപ്പോൾ ഈ ഇത്രയും തിയറികൾ നല്ലപോലെയാണ് പഠിച്ചു വെക്കുക. മനസ്സിലായോ. ബാക്കി ക്വസ്റ്റ്യനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം. ഇത്രയും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തുടക്കം മുതൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ആ കാര്യങ്ങൾ അതൊക്കെ ഞാൻ നോട്ടായിട്ട് പറഞ്ഞുതരാം, നല്ല നീറ്റായിട്ട് നോട്ടായിട്ട് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ ഞാനൊരു നോട്ടായിട്ട് പറഞ്ഞുതരാം. ഇത് നോട്ട് ബുക്കിൽ എഴുതിയിട്ട് നല്ലപോലെ പഠിച്ച് കുട്ടപ്പന്മാരായിട്ട് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കെ ആണല്ലോ. അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നോട്ട് നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കുക. ഈ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാണാം, ഇത് സൗകര്യം പോലെ ഒരു പ്രാവശ്യം കൂടി കാണാം. അങ്ങനെ 2-3 പ്രാവശ്യം കണ്ട് ആ നോട്ടും വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നല്ലപോലെ എന്ത് ചെയ്യും, ക്ലിയർ ആവും. ഇപ്പോൾ നമ്മളെ വിക്ടേഴ്സ് ചാനലിൽ ഈ ചാപ്റ്റർ വിക്ടേഴ്സിൻ്റെ കൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരു ക്ലാസ് പിന്നിലാണ്, എന്നാലും വിക്ടേഴ്സിൽ എടുക്കുന്നത് ഈ 5th ചാപ്റ്ററാണ്.
അതായത് നമ്മളും എന്ത് ചെയ്തു, 5th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ തിയറി നല്ലപോലെ എന്ത് ചെയ്യുക, പഠിച്ച് കുട്ടപ്പനായിമാരായിട്ട് എന്ത് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ ആണല്ലോ. താങ്ക് യു.